ഇപ്പോഴും ഓപ്പൺ വോട്ടിംഗ് എന്ന് എല്ലാവരും പറയാം. ഓപ്പൺ വോട്ടിംഗ് എന്നൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അസിസ്റ്റഡ് വോട്ടിംഗ് ആണെന്ന് തോന്നുന്നു. അസിസ്റ്റഡ് വോട്ടിംഗ് എന്നുള്ളതിലേക്ക് നമ്മളുടെ ഗാർഡിയൻസിന് അതിന് റൈറ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഗാർഡിയൻസ് പോകുമ്പോൾ അവരെ കൂടെ തന്നെ അസിസ്റ്റഡ് വോട്ടിങ്ങിന് ഗാർഡിയൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള വരികയാണെങ്കിൽ പലപ്പോഴും തന്നെ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ ഒരു അനുകൂലമായ ഒന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസർ ആരെങ്കിലും ഒക്കെ പറയുകയാണ് നിങ്ങൾ പറ്റില്ല, നിങ്ങൾ ചെയ്യാറെന്നുള്ളത്. കാരണം ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണെങ്കിൽ അവർ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾ പോകുമ്പോൾ അവർക്ക് സ്വന്തമായി പറഞ്ഞാൽ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു അസിസ്റ്റഡ് വോട്ടിങ്ങിന് ഗാർഡിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതിന് ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ എനിക്ക് എവിടെയും കണ്ടിട്ടില്ല ആ രീതിയിലുള്ള ഇതുള്ളത്. ഇന്ന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാട്സാപ്പിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഗുജറാത്തിലൊക്കെ തന്നെ എങ്ങനെയുള്ള കുട്ടികൾ എലക്ട് ചെയ്തിട്ട് ഞാൻ വോട്ട് ചെയ്തു എന്നുള്ള അഭിമാനത്തോട് പറയുന്ന ഫോട്ടോസ് കണ്ടമാനമായിട്ട് വരുന്നുണ്ട്. കാണാണ്. വളരെ താങ്ക്സ് ഇങ്ങനെ നടത്തിയത്. താങ്ക്സ് എല്ലാവരെയും. കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ അതിന്റെ അർത്ഥം മാക്സിമം ആളുകൾക്ക് വോട്ടവകാശമുണ്ട്. ഭിന്നശേഷിക്കാരനൊന്നും വോട്ടവകാശം പോകുന്നില്ല. ആ ഭിന്നശേഷി പട്ടികയിൽ മാനസിക രോഗിയായി ആണ് എന്ന് കോടതി കോമ്പറ്റന്റ് കോർട്ട് ഡിക്ലെയർ ചെയ്യണം. അതല്ലാതെ അൺസൗണ്ട് ആണെന്ന് അവിടെയും ഇവിടെയും സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവേ നമ്മുടെ നാട്ടിലുള്ളൂ. അതുകൊണ്ട് വോട്ട് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അസിസ്റ്റഡ് വോട്ടിംഗ് നമുക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവിടെ തന്നെ പോയി വോട്ട് കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് അസിസ്റ്റഡ് വോട്ടിങ്ങിനാണ് 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ പോയി ചെയ്യാം. പക്ഷെ ഈ ഗാർഡിയൻ തന്നെ പോകണം എന്നുള്ളത് എന്താ പറയുക, അതിപ്പോൾ നമുക്കത് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗാർഡിയൻ പോവുകയാണെങ്കിൽ വില, പക്ഷെ ഗാർഡിയൻ തന്നെ പോകണം എന്നുള്ള പക്ഷെ ഗാർഡിയന് റൈറ്റ് കൊടുക്കാൻ നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാല് അല്ല പ്രിവെന്റ് ചെയ്യുന്നില്ല. രണ്ട് കുട്ടികളുടെ ഒരു വീട്ടിലെ ചാമഞ്ചേരി പഞ്ചായത്തിൽ രണ്ട് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ കൊണ്ടുപോകും, ഒരാളെയും മാർക്സിസ്റ്റുകാർ കൊണ്ടുപോകും. ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുള്ളത് ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുള്ളത് മോശമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരാളെ കൊണ്ടുപോയി രണ്ടാളെ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു തർക്കം വരുന്നു. പറയാൻ ഉദ്ദേശിച്ചത് നേരത്തെ പറഞ്ഞിട്ടല്ല, ലീഗൽ ഗാർഡിയൻഷിപ്പ് ഉള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. നമസ്കാരം കിട്ടുന്ന സമയത്ത് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ട് പിന്നെ ഈ അംസം മൈൻഡ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ സാധനം പറഞ്ഞ ഇതിന്റെ അങ്ങനത്തെ മനസ്സിലാവും, വ്യത്യസ്ത ലെവലിലേക്ക് മനസ്സിലാവില്ല. കാരണം ഇലക്ഷൻ പറ്റില്ലാന്ന് അതിന് കാരണം എന്താ പറഞ്ഞാൽ ഇലക്ഷൻ നിയമത്തിൽ സാറ് കഴിഞ്ഞ ദിവസം വാട്സപ്പിലൊക്കെ ഇട്ട സാധനമാണോ ഒരു അൻസോൺമെന്റ് എന്നുള്ള വാക്കുണ്ട്. അപ്പൊ അതില് ഇലക്ഷന്റെ മാനിഫെസ്റ്റോയിൽ മുഖ്യമായിട്ട് ഇലക്ഷന്റെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരും എടുത്തു കൊണ്ടുപോകാൻ അവർക്ക് അവകാശമില്ല. നിങ്ങൾ പറഞ്ഞ ഗാർഡിയൻ പോയിന്റ് ശരിയാണ്. പക്ഷേ അതിന് വേറെ പ്രശ്നം അറിയാം, ഈ ഗാർഡിയനായിട്ട് അപ്പോയിന്റ് ചെയ്ത ആളില്ലാത്ത ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. ഒരു വീട്ടിൽ തന്നെ 2-3 പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെസൊല്യൂഷനുകളുണ്ട്. അപ്പൊ ഗാർഡിയന്റെ ഐഡിയ വേറെ. ഈ വോട്ട് ചെയ്യുന്ന ആളിപ്പോൾ ഒരാൾക്ക് എ പാർട്ടിക്കാണ്, മറ്റൊരാൾക്ക് ബി പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഗാർഡിയൻ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എനിക്കറിയാം എൻ്റെ വീട്ടിൽ ഇന്ന ആൾ എനിക്ക് വേണ്ട ആളെ എൻ്റെ പാർട്ടിക്കല്ല ഇദ്ദേഹത്തിന്റെ ഡെഫിനേഷൻ അറിയാം. അപ്പൊ ഗാർഡിയൻ തന്നെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗാർഡിയൻ അവിടെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എന്താ പറയുക കുറച്ചൊന്ന് ഇൻഫ്ലുവൻസ് ആവാൻ സാധ്യതയുണ്ട്. ഗാർഡിയൻ തന്നെ വേണമെന്നുള്ളത് നമുക്ക് തോന്നുന്നത് ഒരു പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൊണ്ടുവന്ന കാര്യം എന്തോ കഴിഞ്ഞു, അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് പ്രശ്നം തരാം, നമ്മൾ ഇന്ന ആള് തന്നെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള അവകാശങ്ങൾക്ക് ഒരു ഇലക്ഷൻ ആ ഒരു ലിസ്റ്റിൽ നമ്മുടെ കുട്ടികളുടെ പേര് വന്നു കഴിഞ്ഞാൽ മൊത്തം നേരത്തെ 61.67 അത് ആ എണ്ണം കൂട്ടത്തിന്റെ കൂട്ടത്തിൽ നമ്മളെ ഭിന്നശേഷിക്കാരുടെ എണ്ണം കൂടി കണക്കിലെടുത്താൽ ആ പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി നമുക്ക് ഹോം വോട്ടിംഗിൽ സോൾവ് ചെയ്യാൻ പറ്റും. അല്ല ഈ ഇഷ്യൂസ് ഇല്ലേ, ഈ ഇഷ്യൂസ് ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഹോം വോട്ടിങ്ങിലൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഹോം വോട്ടിംഗ് ഉണ്ട്. അതായത് നമ്മുടെ
അത് ഏജ് വോട്ടേഴ്സിനും PW വോട്ടേഴ്സിനും ഒക്കെ നമുക്ക് വീട്ടിൽ 80+ കഴിഞ്ഞ ആൾക്കാർക്ക് 40% മേലെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് വീടുകളിൽ പോയിട്ട് വോട്ട് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഹോം വോട്ടിംഗ് ഉള്ള കാരണം നമ്മൾ ഈ പറഞ്ഞ കുറേ പ്രശ്നം നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അവിടെ വീണ്ടും നമ്മൾ ഒരു ബൂത്ത് വന്നിട്ട് ഒരു മൈക്രോ ഒബ്സർവറും ഒരു പോളിംഗ് ഓഫീസറും ഒരു പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു ബൂത്ത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും വീട്ടിൽ പോയി നമ്മളിവിടുന്ന് കാർഡ്ബോർഡൊക്കെ കൊണ്ടുപോയി നമ്മളവിടെ വീട്ടിൽ പോയി നമ്മളവിടെ ചെറിയൊരു ബൂത്ത് സെറ്റ് ചെയ്താൽ അവിടെ പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഈ പ്രശ്നം നമ്മളിപ്പോൾ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊണ്ടുവന്ന പ്രശ്നം ഒരു എന്താ പറയുക കൈ പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പൊ ബെഡ് ഡെക്കറേഷൻ നമ്മൾ ബെഡിന്റെ സൈഡിൽ കൊണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ പിന്നെ ഈ അസിസ്റ്റഡ് വോട്ടിങ്ങിന്റെ പ്രശ്നം ഒരു വലിയൊരു പരിധി നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഹോം വോട്ടിംഗ് നമ്മൾ ഇപ്പൊ അതിന്റെ അവയർനെസ് അത് ശരിക്കും നമുക്ക് ഡിക്ലറേഷൻ കഴിഞ്ഞ് നമ്മൾ 5 ദിവസം നമ്മൾ റിക്വസ്റ്റ് കൊടുക്കും. വിഷയം എന്ന് പറഞ്ഞാല് ഹോം വോട്ടിംഗ് ഒക്കെ ഏത് പാർട്ടിക്കാന്നുള്ള അറിയുന്നത് ഈ കുട്ടികൾ വോട്ട് ചെയ്യുമ്പോൾ ആര് വോട്ട് ചെയ്യുന്നത് ബോക്സിംഗ് വോട്ട് ചെയ്യുന്നത് ആരായി ഇത് ഹോം വോട്ടിംഗ് ആയാലും അവിടെ ആയാലും ചെയ്യുന്നത് വേറെ ആളെ അസിസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അതിൽ 2-3 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ ആധികാരികമായിട്ട് ലീഗൽ ഗാർഡിയൻ വേണം എന്നാ പറയുന്നത്. ഞാനിപ്പോ നാളെ നടത്താനല്ല നമ്മൾ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾ പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്റെ പ്രോബ്ലം കൊടുത്താൽ മതി. ഇലക്ഷൻ കമ്മീഷൻ അസ്യൂം ഫോർ എ മൊമെന്റ് ലീഗൽ ഗാർഡിയൻ അലോൺ ഇസ് പെർമിറ്റ്. അയാളെ മാത്രം പെർമിറ്റ് ചെയ്ത് വിചാരിക്കും. ലീഗൽ ഗാർഡിയൻ അല്ല ലീഗൽ ഗാർഡിയന് അവർക്കോ അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന ഒരാൾക്കോ പറയാം. ലീഗൽ ഗാർഡിയൻ നിർദ്ദേശിക്കുന്നത് അതിന്റെ പ്രോബ്ലം ഞാൻ വീണ്ടും പറയാം. ഭിന്നശേഷിക്കാരന് കുറച്ച് കാര്യബോധമൊക്കെ ഉണ്ട്. അവൻ വിചാരിക്കും എനിക്ക് എ പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന്. ഈ ഗാർഡിയൻ ആണെങ്കിൽ ബി പാർട്ടിന്റെ ആളാ. ഞാൻ ഭൗതിക ഒരു